നല്ല ഫ്രഷ് കുഞ്ഞമത്തി കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്കത് കുരുമുളക് ഇട്ടിട്ട് വെക്കേട്ടെ. നമ്മുടെ ഇവിടെ തന്നെ ഉണ്ടായ കുരുമുളകും കാന്താരിയും ഒക്കെ ഇവിടെ ഉണ്ടായതൊക്കെ ഇട്ടിട്ട് വെക്കാം. അതിന് വേണ്ടത് ചെറിയുള്ളി, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം, പിന്നെ ഈ കാന്താരി ഞാൻ മുറിച്ചിട്ടിട്ടുണ്ട്. ഇതിൽ വേറെ ഒന്നുമില്ല. പിന്നെ നമ്മളിവിടെ അരവ് അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിൽ എന്തൊക്കെ ഉള്ളതെന്ന് പറഞ്ഞാൽ മുളക് പൊടി ഉണ്ട്, പച്ചക്കുരുമുളക് ഉണ്ട്, ഇത്രയും മാത്രമേ ഉള്ളൂ. ഇത്തിരി മഞ്ഞപ്പൊടി, അതൊക്കെ കൂടി ഇവിടെ പേസ്റ്റ് രൂപത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും കൂടി മിക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ഈ മിക്സിയിൽ അരച്ച വെച്ച അരവ് ഇതിലെടുത്തിട്ടുണ്ട്. പിന്നെ നല്ല പുളി, നാടൻ പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കത് ഇതിന്റെ കൂടെ ആവശ്യത്തിന് പുളി ആഡ് ചെയ്യാം. മത്തിക്കറിയിൽ കുറച്ച് പുളിയൊക്കെ ഉണ്ടെങ്കിൽ നന്നാവുള്ളൂ. അപ്പൊ ഇങ്ങനെ കുരുവൊന്നും പെടരുത് കേട്ടോ, നല്ല രീതിയിൽ അരിച്ചെടുക്കണം. കരിപ്പയിൽ വേണമെങ്കിൽ അരിക്കാം, ഞാൻ പിന്നെ കുറച്ച് പ്രൊഫഷണൽ ആയതുകൊണ്ട് ഇങ്ങനെ അരിച്ചൊന്നുള്ളൂ കേട്ടോ. അപ്പൊ നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിൽ നമുക്ക് സാധാ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. അപ്പൊ ആ പുളിയും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൽ കുറച്ച് സാധാ വെള്ളം ഒഴിക്കാം, ആവശ്യത്തിന് വെള്ളം. ഇന്നലെ കുറച്ച് മത്തി എടുത്ത് വറുത്തു ഞങ്ങൾ, അപ്പം അതിനനുസരിച്ചിട്ടാട്ടോ കുറച്ച് കറിക്കുള്ളത്. നമുക്ക് ഇതിൽ കുറച്ചും കൂടി അരവുണ്ട്. നമ്മൾ മലയാളികൾ ബാക്കിയൊന്നും കളയില്ലല്ലോ, അപ്പോൾ അതും കൂടി ഉണ്ട് കഴുകി ഒഴിക്കാം. മിക്സ് ചെയ്തിട്ട് ഇത്ര അരവ് നമുക്ക് കിട്ടി. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള. അപ്പൊ നമ്മുടെ നാടൻ ചട്ടിയിൽ നമ്മുടെ അരവും കാര്യങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടുപ്പിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആവും കേട്ടോ. പക്ഷെ ഞാനിവിടെ ഗ്യാസിലാണ് ഉണ്ടാക്കുന്നത്. നമുക്കതാണല്ലോ എളുപ്പം, കരി പിടിച്ച കഴുകാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ ഇതിന് തിളയ്ക്കണം നന്നായിട്ട്. ഇത് തിളച്ചതിന് ശേഷം നമുക്ക് മീനിടാം. ചില നാട്ടിൽ മീനും കൂടി ഇട്ട് വെക്കും, പക്ഷെ നമ്മൾ തിളച്ചതിന് ശേഷം കേട്ടോ മീനിടാം. അപ്പോൾ ബാക്കി നമുക്കിത് തിളച്ചിട്ട് കണ്ടില്ല, ഞാൻ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്, അത് കാണിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ ആഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഫ്രഷാണ് കേട്ടോ, കണ്ടോ. നമ്മൾ ഡൽഹിയിൽ നിന്ന് മത്തിയൊക്കെ ആഗ്രഹിച്ച് വാങ്ങാറുണ്ട്, പക്ഷെ എത്ര ഫ്രഷൊന്നും കിട്ടില്ല. അപ്പോൾ നമുക്ക് മത്തിയിടാം. ചെറിയ മത്തിയാണിത്. നമുക്ക് ഇങ്ങനെ കറിയിലിടാം. ജസ്റ്റ് ഈ മത്തി പെട്ടെന്നാവും. കുഞ്ഞമത്തിക്ക് അധികം വേവില്ല, അതുകൊണ്ട് തന്നെ കുഞ്ഞമത്തി പെട്ടെന്നാവും. കയ്യിലിട്ട് ഇളക്കരുത്, നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇളക്കിയെടുക്കാം. അങ്ങനെയാണ് അമ്മമാരൊക്കെ ചെയ്യാം. അപ്പം ഞാനതുപോലെ ചെയ്തോക്കട്ടെ. അപ്പം ഇത് ഫുള്ളായി മിക്സ് ആയിട്ട് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിലേക്ക് നമ്മൾ പറമ്പ് തന്നെ പൊട്ടിച്ച് നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. അതുകൊണ്ട് നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ആ ഫ്ലേവർ ഈ കറിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ കറി ആവും. ഇത് ചെറിയ മത്തിയുണ്ട്, അധികം വേവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഇതിലേക്ക് ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കണം. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. നല്ല മണം വരുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ അടിപൊളിയായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇത് വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി അധികം വെന്തത് ഉടഞ്ഞു പോകും, ചെറിയ മത്തിയായതുകൊണ്ട്. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വേണ്ട ടിപ്പ്, നമ്മൾ നല്ല ഫ്രഷ് ആട്ടിയ പച്ച വെളിച്ചെണ്ണയും കൂടി ഇതിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ കറി ഇവിടെ റെഡി. ഇപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഇനി ഈ ചൂടെ തന്നെ ഇടുന്നതൊന്ന് തിളയ്ക്കും. ചട്ടിക്ക് അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ ഇത്രയായിട്ട് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി. അപ്പം നിങ്ങളെല്ലാം